പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മിക്ക പ്രവചനം 6:8 വചനം വെളിപ്പെടുത്താണ്. മനുഷ്യ, നല്ലതെന്തെന്ന് അവിടെ നിന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ദൈവമേ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്ത് നന്മ ചെയ്യേണ്ടത്, ഞാനൊന്ന് രക്ഷപ്പെടാനായിട്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ പലപ്പോഴും. അതിനും പറയണം, മനുഷ്യ നല്ലതെന്തെന്ന് അവിടെ നിന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, നീതി പ്രവർത്തിക്കുക. കുടുംബക്കാരോട്, നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ മേഖലകളോട്, തൊഴിൽ മേഖലയോട് നീതി പ്രവർത്തിക്കുക. 2, കരുണ കാണിക്കുക. കരുണ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമുക്ക് സാരമില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഭവം അത് വളരെ പ്രധാനം. കരുണ കാണിക്കുക. ചിലപ്പോൾ ജീവിത പങ്കാളിയായിരിക്കാം, മാതാപിതാക്കളായിരിക്കും, കരുണ കാണിക്കുക. കൂടപ്പിറപ്പുകളായിരിക്കും, കരുണ കാണിക്കുക. ചിലപ്പോൾ ഇച്ചിരി ചതിയും വഞ്ചനയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും, സാരമില്ല. 3, നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ദൈവത്തിൻ്റെ സന്നിധി. ചിലപ്പോഴൊക്കെ ഈ മനുഷ്യരെ കുർബാനയ്ക്കും ഉദാശകളൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് സഹോദരങ്ങളെ. അതായത് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കാലം കാരി കയറ്റി വെച്ച്, അല്ലെങ്കിൽ ഏതോ ഒരു ലോകത്ത് മൊബൈലിൽ സംസാരിച്ച്, മൊബൈലിൽ തോണ്ടി, ആ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. എന്നിട്ട് പറയണേ, ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ഈ 3 കാര്യങ്ങൾ പ്രിയ സഹോദരങ്ങളെ, നമുക്കൊന്ന് നീതി പ്രവർത്തിക്കണം, 2 കരുണ കാണിക്കണം, 3 ദൈവസന്നിധിയിലെ കരങ്ങൾ കൂട്ടണം. ദൈവമേ, ആ ഉള്ളെന്നുള്ളൊരു വിളിയില്ലേ സഹോദരങ്ങൾ, ദൈവമേ എന്നുള്ള വിളിയില്ലേ. ഞാനാരുമല്ല നിൻ മുൻപിലൻ ദൈവമേ, ഞാൻ വെറും മണ്ണാണ്, ശൂന്യത മാത്രമാണ്. ഇതൊരു തിരിച്ചറിവാണ് സഹോദരങ്ങൾ. ഈ തിരിച്ചറിവ് നമുക്ക് കിട്ടാത്തിടത്തോളം കാലം ഈഗോ എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളെങ്ങനെ തലകുത്തി മറിഞ്ഞാലും നമ്മൾ രക്ഷപ്പെടുത്തുക. അതേസമയം തന്നെ ഈ ഒരു ബോധ്യം നമുക്കുണ്ടോ, ഞാൻ ആരുമല്ല കർത്താവേ, നീയാണ് എൻ്റെ ദൈവം, നീയാണ് എന്നെ താങ്ങുന്നത്, നീയാണ്. ആ ഒരു ബോധ്യം നമുക്കില്ലാത്തിടത്തോളം കാലം നമ്മൾ രക്ഷപ്പെടുകയില്ല എന്നത് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയുകയാണ്. അച്ഛനും രക്ഷപ്പെടില്ല, നിങ്ങൾ രക്ഷപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കാൻ വേണ്ട. പറ്റുവാണെങ്കിലൊക്കെ നമ്മൾ കുർബാനയ്ക്കും കുടുംബ പ്രാർത്ഥനയൊക്കെ നിൽക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിപ്പിടിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ പ്രിയ സഹോദരങ്ങൾ നമ്മൾ എളിമപ്പെടുന്നത് അത് വലിയ കൃപയാക്കിയിട്ട് കർത്താവ് മാറ്റി. ഇപ്പോൾ അച്ഛൻ നോക്കിയത് എങ്ങനെ കാര്യങ്ങൾ കൂട്ടിപ്പിടിക്കുക. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഒരാഴ്ച നല്ലൊരു ദിവസങ്ങളായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.